നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേച്ചി നമസ്കാരം. നമ്മുടെ എറണാകുളം സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം അത് വലിയ രീതിയിൽ നമുക്കറിയാം. ഇവിടെ ശബരിമല വിഷയമുണ്ട്, അതുപോലെ തന്നെ പേരാമ്പ്രയിൽ ഷാഫി MP മർദ്ദനമേറ്റ വിഷയമുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഹിജാബ് വിവാദം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഇപ്പോഴും ഇത് ഒരു പരിഹാരമോ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് ആയിട്ടില്ല. ആ ഒരു രണ്ടുപേരുടെയും, സ്കൂളുകാരുടെയും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഈ പറയുന്ന വിദ്യാർത്ഥിയുടെ അവരുടെയൊക്കെ തന്നെ നിലപാടുകൾ ഇപ്പോഴും ഒരു വലിയ വിവാദം തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ ചില വാക്കുകൾ ചേച്ചി ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നത്. ഏതായാലും കുട്ടിക്ക് സംരക്ഷണം നൽകാം, അല്ലെങ്കിൽ കുട്ടി ആവശ്യപ്പെടുന്നത് പോലെ തന്നെ കുട്ടി സ്കൂളിൽ വരട്ടെ എന്നുള്ള ഒരു നിലപാടാണ് വീണ്ടും വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ആവർത്തിച്ച് പറയുന്നത്. കൃഷ്ണേന്ദു, ഈ ഒരു ഹിജാബ് വിഷയം എന്ന് പറയുന്നത് കുട്ടി ഇതൊരു ക്രിസ്ത്യൻ സ്കൂളാണ്. അപ്പോൾ ക്രിസ്ത്യൻ സ്കൂളിന് അതിൻ്റെ ഒരു റൂളുണ്ട്. ആ റൂള് അനുസരിച്ച് വിടാൻ പറ്റുമോ എന്നുള്ളിടത്ത് പേരൻസ് സൈൻ ചെയ്ത് കൊടുക്കണം. അത് എല്ലാ സ്കൂളുകളിലും ഉണ്ട്. പ്രൈവറ്റ് സ്കൂള്, CBSE സ്കൂളുകളിലെല്ലാം ഇത്തരത്തിലൊരു ഇത് തരും. അതനുസരിച്ച് നമ്മൾ സൈൻ ചെയ്യുന്നിടത്ത് തീർന്നു, എഗ്രിമെൻ്റ് ആണത്. ഓക്കെ, ഇനി അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ഇതിങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഇപ്പോൾ ചേർക്കുന്നതിന് മുമ്പാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പേരൻസിന് കൊണ്ടുവന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കാം. എന്തുകൊണ്ടാണ് സ്കൂളിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ വന്നത്, വേണമെങ്കിൽ ഇത് കോർട്ടിലേക്ക് പോകാം. അത് വാദിച്ചതിന് ശേഷം ഓക്കെ ആ കുട്ടിയെ കൊണ്ടുവന്നില്ല. ഇതെല്ലാം സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സ്കൂളിൽ ഒരു 3-4 മാസം പഠിച്ചതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ ആനുവൽ ഡേ പ്രോഗ്രാമിന് ഈ കുട്ടി ഇത് ധരിച്ചു വരുന്നു. അന്ന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അതിൻ്റെ പിറ്റേന്ന് ഇത്തരത്തിൽ വന്നപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പം എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ അവർ യൂണിഫോം കറക്റ്റായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കൃത്യമായിട്ട് ഷേവ് ചെയ്യാതെ വൃത്തിയായിട്ട് മുടിയൊക്കെ വെട്ടാണ്ടൊക്കെ വരുമെന്ന് പറയുന്നു, മെനയായിട്ടൊക്കെ വിടണേ എന്നുള്ളത് നമ്മളെ പേരൻസിനെ അറിയിക്കും. അത് ആ സ്കൂളിൻ്റെ ഉത്തരവാദിത്തമാണ്. യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി എല്ലാ കുട്ടികളും ഒരേപോലെ വരണം, വൃത്തിയായിട്ട് വരണം. കുട്ടികളെ ആ ഒരു ശീലമാണല്ലോ പഠിപ്പിക്കേണ്ടത് സ്കൂളിൽ. അപ്പോൾ അത്തരത്തിൽ എന്താ പറഞ്ഞേ പേരൻസിനെ അറിയിച്ചു. പക്ഷേ പിന്നീടും ഇത് ആവർത്തിച്ചപ്പോൾ ഇത് നടക്കില്ല എന്നുള്ളത് സ്കൂളുകാർ പറഞ്ഞു. അവിടുന്ന് തുടങ്ങിയാണ് വിഷയം. പക്ഷേ ഈ കുട്ടിയുടെ പിതാവ് ഈ പറഞ്ഞ സ്കൂളുകാരുടെ ഭാഗത്ത് ചില മിസ്റ്റേക്കുകളുണ്ട്. കാരണം ചിലവർ ഈ പിതാവിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. പിതാവ് പറഞ്ഞു മക്കളെ പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ഒരാഴ്ച. അങ്ങനെയല്ല, അദ്ദേഹത്തിന് 3-4 കുട്ടികളുണ്ട്. അത് ഒരാൾ കാനഡയിലോ ഒരാൾ അങ്ങനെ റഷ്യയിലൊക്കെയാണ്. നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്ന ഒരു പിതാവ് തന്നെയാണ്. അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ എടുത്തത്? ഇതിനിടയ്ക്ക് SDPIയും എല്ലാവരും കൂടെ പ്രവർത്തകർ കയറി വരുന്നു. സ്കൂളിനെതിരെ ഭയങ്കര പ്രതിഷേധം, ഭയങ്കര പ്രശ്നം. അങ്ങനെ അതൊരു വേറൊരു വർഗീയ വിഷയമാക്കി മാറ്റുന്നു. അത് ഒരു വിധത്തിൽ ഒന്ന് തണുപ്പിക്കാൻ സ്കൂളുകാരും ഈ പറയുന്ന പേരൻസും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നു. ഇതിനിടയിൽ നമ്മുടെ മിനിസ്റ്റർ ഇതിടുന്നു, അതിന് ഹിജാബ് ധരിച്ചാൽ എന്താ കുഴപ്പം, ധരിച്ചുകൊണ്ട് വരുന്നതിന് കുഴപ്പമില്ല, ധരിച്ചോട്ടെ, അത് ആ കുട്ടിയുടെ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഞാൻ മിനിസ്റ്ററോടും ചോദിക്കുന്നത്. ഇപ്പോൾ വൃശ്ചിക മാസം വരുന്നുണ്ട്, എല്ലാ കുട്ടികളും കറുത്ത വസ്ത്രം ധരിച്ചു വന്നോട്ടെ. കാരണം അതൊരു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഞങ്ങളുടെ നിയമമാണ്, അല്ലേ? ഹിന്ദുവിന്റെ നിയമമാണിത്. കാരണം അവര് ഈ ശബരിമലയിൽ പോകുന്ന ഓരോ അയ്യപ്പ സ്വാമിയും വ്രതം എടുക്കുന്ന സന്ദർഭത്തിൽ കറുപ്പ് ധരിക്കണം എന്നുള്ളത്. ഇനി മറ്റൊരാൾ പറയും ഞാൻ രുദ്രാക്ഷം ഇട്ടുകൊണ്ട് വന്നോട്ടെ, സ്കൂളുകളൊന്നും അതൊന്നും അനുവദിക്കത്തില്ല. മറ്റൊരാൾ പറയാ, ഇപ്പം ക്രിസ്ത്യൻ കുട്ടികൾ പറയാ ഞങ്ങൾ ഇത് കന്യാസ്ത്രീ വേഷം ധരിച്ചു വന്നോട്ടെ. ഇത് അംഗീകരിക്കുമോ? ഇതെല്ലാ സ്കൂളിലും അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. കാരണം അതൊന്നും അംഗീകരിക്കാൻ പറ്റും. നമ്മൾ സ്കൂളിൽ എന്തിനാണ് പോകുന്നത്? മതം പഠിപ്പിക്കാൻ. മതം പഠിക്കണമെന്ന് വേറെ സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി പഠിച്ചാൽ മതി. സ്കൂളിൽ പോകുന്നത് നമ്മളുടെ രാജ്യത്തെ പറ്റിയും ജനറൽ നോളജും അല്ലെങ്കിൽ ചരിത്രവും അല്ലെങ്കിൽ കണക്കും ഇതൊക്കെയാണ് അവിടെ സ്കൂളിൽ പഠിക്കുന്നത്. നല്ല ചിട്ടയും നല്ല സ്വഭാവവും മനുഷ്യനായിട്ട് കാണുന്ന ആ കന്യാസ്ത്രീ പറഞ്ഞതാണ്, ആ സ്കൂളിലെ പ്രിൻസിപ്പളാന്ന് തോന്നുന്നു, അവർ പറഞ്ഞതാണ് ഇവിടെ പഠിപ്പിക്കുന്ന എന്താണ് മതത്തിനേക്കാൾ അപ്പുറമുള്ള നല്ല ചിന്തകൾ, നല്ല എങ്ങനെ ഒരു സമൂഹത്തിലേക്ക് ഒരു മനുഷ്യനാക്കിയെടുക്കണം എന്നുള്ള രീതിയാണ് ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ പഠിക്കുക, അല്ലാതെ അവിടെ മതപഠനമല്ല. അപ്പോൾ ഈ കുട്ടി പർദ്ദ ഇട്ടുകൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഹിജാബ് ഇട്ടുകൊണ്ട് വരുമ്പോൾ മറ്റുള്ള കുട്ടികൾ അതേ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? മാത്രമല്ല എങ്ങനെയാണ് ഈ യൂണിഫോം കൊണ്ടുവന്നത്?
കാരണം ഒരു സ്കൂളിൽ പഠിക്കുന്ന സാമ്പത്തികമായിട്ട് ഉയർന്ന കുട്ടികൾ കാണും, സാമ്പത്തികമായിട്ട് താഴേക്കിടയിലുള്ള കുട്ടികൾ കാണും. യൂണിഫോം കൊണ്ടുവന്നതിന് ശേഷമാണ് എല്ലാവരും ഒരു കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു കണ്ണിൽ കാണുക എന്നുള്ളൊരു ആശയമാണ് അവിടെ. നീ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യനാണ്, നീ മുസ്ലിമാണ് എന്ന ഒരു കണ്ണിലൂടെയല്ല കാണേണ്ടുന്നത്. നീ ഉയർന്നവനാണ്, ഞാൻ താഴ്ന്നവനാണ് എന്നൊരു കണ്ണിലൂടെയല്ല കാണേണ്ടുന്നത്. നീ സാമ്പത്തികമുള്ളവനാണ്, നീ സാമ്പത്തികമില്ലാത്തവനാണ് എന്നുള്ള കണ്ണിലൂടെയല്ല കാണേണ്ടുന്നത്. യൂണിഫോം ഇടുമ്പോൾ യൂണിഫോം ധരിച്ച് സ്കൂളിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ വേർതിരിവുകൾ ഇല്ലാണ്ടായി എല്ലാ കുട്ടികളും തുല്യരാണ്. അത് ആ സ്കൂളിലെ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ആ കന്യാസ്ത്രീ അവർ പറഞ്ഞു, വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു. അതാണ് നമ്മൾ പിന്തുടരേണ്ടുന്നത്. അല്ലാതെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഒരു കുട്ടി ഹിജാബ് ഇട്ട് വരുമ്പോൾ അവൻ മുസ്ലിമാണ്, ഇവൻ ഹിന്ദുവാണ്, അവൻ ഇതാണ്, കൊച്ചു കുട്ടികളെ പറഞ്ഞ് എന്തിനാണ് പഠിപ്പിക്കുന്നത്? മനുഷ്യൻ ഒന്നാണ് എന്നുള്ള ഒരു തത്വത്തിലേക്ക് പോകേണ്ടുന്ന ആ സ്കൂൾ അതിലേക്ക് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നെ ഇത്തരത്തിൽ പറയുകയാണ് ഹിജാബ് ഇട്ടുകൊണ്ട് പോവാം. അങ്ങനെ ഇട്ടുകൊണ്ട് പോവാം. നിങ്ങൾ അത്തരത്തിലുള്ള മുസ്ലിം സ്കൂളുകളുണ്ടല്ലോ, അവിടെ ഇട്ടുകൊണ്ട് പോയിക്കോളൂ. നാളെ ഇത്തരം ഒരു ഞാൻ പറയുന്നു ഈ ക്രിസ്ത്യൻ സ്കൂളിൽ നാളെ ഒരു കുട്ടി ഇപ്പം കന്യാസ്ത്രീ ധരിക്കാൻ, ഇപ്പം കന്യാസ്ത്രീ ആകാനിരിക്കുന്ന കുട്ടികളല്ല, അത് 18 വയസ്സ് കഴിഞ്ഞേ അവർക്ക് ആ വേഷം ധരിക്കത്തുള്ളൂ. കാരണം അപ്പോഴേ അവർക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. സ്കൂൾ ടൈമിലൊന്നും കുട്ടികൾക്ക് എൻ്റെ മതം ഇന്നതാണെന്ന് അവർക്ക് എടുക്കാനുള്ള ഇത് അറിവായിട്ടില്ല. അവരൊരു സമയം എടുക്കും, 18 വയസ്സ് കഴിഞ്ഞിട്ട് അവരുടെ മതം എന്താണെന്ന് അവർ തന്നെ പറയും. അവർക്ക് എന്താവണം എന്നുള്ള, അവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ള അവർ തീരുമാനിക്കും. 18 വയസ്സ് വരെ വിദ്യാർത്ഥികളാണ്. നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതായിരിക്കരുത് മതം എന്ന് പറയുന്നത്. നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതായിരിക്കരുത് ഈ ഹിജാബും ഈ സന്യാസ വേഷവും അല്ലെങ്കിൽ ഈ പറയുന്ന എന്ത് തന്നെയല്ല. അതിനി ഈ ക്രിസ്ത്യൻ കുട്ടികൾ നാളെ അത്തരത്തിൽ ക്രിസ്ത്യൻ വേഷം അവരും ഈ പറഞ്ഞോണം ഇത് ധരിക്കും, ശിരോവസ്ത്രം ധരിക്കും. അങ്ങനെ വരണമെന്ന് ഞാൻ പറയത്തില്ല, കൊന്തയിട്ട് വരണമെന്ന് ഞാൻ പറയത്തില്ല, രുദ്രാക്ഷ ഇട്ടുകൊണ്ട് വരാണെന്ന് ഞാൻ പറയത്തില്ല. എല്ലാവരും തുല്യരായിട്ട് തന്നെ. ഇപ്പോൾ ചില മാനേജ്മെൻറ്റ് സ്കൂളുകളുണ്ട്, ഈ ഓർണമെൻറ്റ്സ് ഇട്ടുകൊണ്ട് അത് ഇട്ടുകൊണ്ട് വരരുതെന്ന് പറയുന്നതിന് കാരണം കളഞ്ഞു പോകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുണ്ടാവും. അതുപോലും വരണം, നിങ്ങൾ സിമ്പിളായിട്ട് വരണം എന്നുള്ളത്. അധികം ഈ കളറിങ് ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹൈ വാച്ചുകളൊക്കെ ധരിച്ചുകൊണ്ട് വരരുത് എന്ന് പറയുന്നത്. ഇത് ഒരു കുട്ടി വലിയ വിലപിടിപ്പുള്ള വാച്ചോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സ്വർണ്ണമോ ഒക്കെ ധരിക്കുമ്പോൾ ഇല്ലാത്ത കുട്ടികൾ കാണും. അതുകൊണ്ടാണ് ആ യൂണിഫോമിറ്റി ക്രിയേറ്റ്. അത് എന്തിനാണ് ഈ മിനിസ്റ്റർ അത് തകിടം മറിക്കുന്നത്? വീണ്ടും മിനിസ്റ്റർ ആ സ്കൂളിനെതിരെ എന്തിനാണ് ഇത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. 2018 ക്രൈസ്തവ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ശിരോവസ്ത്രം ഇടണമെന്ന് പറഞ്ഞൊരു വിഷയം വന്നു. അന്ന് ആർട്ടിക്കിൾ 19 അനുസരിച്ച് ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റൺ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട അവകാശങ്ങൾ ആ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ആ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, ഏത് തരത്തിലുള്ള യൂണിഫോം ആണ് വേണ്ടുന്നതെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇന്ന് മിനിസ്റ്റർ പറഞ്ഞാൽ ആ സ്കൂൾ അങ്ങ് പൂട്ടിക്കാൻ ഒന്നും നടക്കുന്ന കാര്യമില്ല. സെൻട്രൽ CBSE സ്കൂളാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ കിടക്കുന്ന സ്കൂളുകളാണ്. അത് പൂട്ടിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പറ്റത്തില്ല. പക്ഷെ അധികാരമുണ്ട്, മിനിസ്റ്റർക്ക് അധികാരമുണ്ട്. സ്കൂളുകളുടെ ചില കാര്യങ്ങൾ, ചില നയങ്ങൾക്ക്, ചില ചിട്ടകൾക്കൊക്കെ അധികാരമുണ്ട്, അതില്ല എന്നുള്ളത്. പക്ഷെ അവിടെ പൂട്ടിക്കണമെന്നുണ്ടെങ്കിൽ മോളിൽ നിന്നുള്ള പെർമിഷൻ വേണം. ഇനി അത് പോട്ടെ, 2018 ഹൈക്കോടതി അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം, ഒരു വിധിയാണ് അന്ന് വന്നത്. ഇത്തരത്തിൽ ശിരോവസ്ത്രം ഇട്ട് അത് സ്കൂളുകാർക്കാണ് അതിൻ്റെ അധികാരം. ഇനി അത് 2022 ഇത്തരത്തിൽ മറ്റൊരു വിഷയം വന്നിരുന്നു. അതായത് ഈ NCC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു വേഷത്തിന് പോലീസ് പോലുള്ള ഒരു യൂണിഫോം വേഷമാണല്ലോ അവർ ധരിക്കുന്നത്. അതിന് മുകളിൽ ഇങ്ങനെ ശിരോവസ്ത്രം ഇട്ടിട്ടൊന്നു അന്നും കോടതി വിധി എന്താ പറയുക, നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഒരു മതവർഗ വിഭാഗീയത, അതായത് ഒരു വിഭാഗീയത എന്ന് പറയുന്ന ഒരു സംഗതി ഒരിക്കലും കുട്ടികളുടെ ഇടയിലേക്ക് നമ്മൾ ചാർത്തി കൊടുക്കരുത്. അവർക്ക് ഇഷ്ടമുള്ള മതം അവർ പ്രായപൂർത്തിയാകുമ്പോൾ അവർ സ്വീകരിക്കും. കുട്ടികൾ സ്കൂളിൽ വരുന്ന അല്ലെങ്കിൽ ആ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് അവർക്ക് എന്തുമാകാമല്ലോ, അവരുടെ ഭാഗത്തിൽ വിശ്വസിക്കാം. ഈ ഹിജാബ് ഇട്ട് നടക്കാം, പർദ്ദയിട്ട് നടക്കാം, ഇനി പൂണൂലിട്ട് നടക്കാം, രുദ്രാക്ഷം ഇട്ട് നടക്കാം, കാവി ഉടുത്ത് നടക്കാം, കറുപ്പണിഞ്ഞ് നടക്കാം. പക്ഷെ അത് സ്കൂളിനകത്തായിരിക്കരുത്. സ്കൂളിനകത്ത് ഏതൊരു കുട്ടിയും തുല്യരായിട്ട് വേണം കാണാൻ. ഇവിടെ എന്തുകൊണ്ട് വിദ്യാഭ്യാസം അറിയില്ലേ, അറിയാവുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ DDOയും AE ഒക്കെ കൊടുത്ത അവർ എന്തൊക്കെ റിപ്പോർട്ടുകളാണ് കൊടുത്തിട്ടുള്ളതെന്ന് അറിയില്ല. പക്ഷെ അവർ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലായിരുന്നു. മിനിസ്റ്ററെ ആരോ പറഞ്ഞ്
പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു വലിയ വർഗീയ വിഷ കലാപമായിട്ട് മാറുന്നു. ഇന്ന് ഇത് ഞാൻ ഡിബേറ്റൊക്കെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട TV ചാനലിലെ ഡിബേറ്റ് കണ്ടു. അതിൽ പലരും, ഈ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പലരും ചോദിക്കുന്ന കാര്യമുണ്ട്, ആ സ്കൂളിൽ പോയി പ്രാർത്ഥനാ സ്ഥലമുണ്ട്, അതൊരു ക്രിസ്ത്യൻ സ്കൂളാണ്, അതിന് മുസ്ലിം കുട്ടികൾ അവിടെ പോയി പ്രാർത്ഥിക്കണമെന്നുള്ള കർശന നിയമമില്ല. അവിടെ അങ്ങനെ ഒരു കർശന നിയമം വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇടപെടാമായിരുന്നു. നിങ്ങളുടെ ഒരു മുസ്ലിം സ്കൂള്, അപ്പോൾ അവർ പറഞ്ഞു മുസ്ലിം സ്കൂളിൽ തട്ടമിടാതെ വരുന്ന കുട്ടികളും ഉണ്ടെന്ന്. അത് നിങ്ങളുടെ ബൈലോ വെച്ചോളൂ, തട്ടമിട്ട് വന്നാൽ മതി, അങ്ങനെയുള്ളവർ പഠിച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്നോണം അവിടെയും ഈ ഒരു സ്കൂളിലും തട്ടമിടുന്നതിനോട് ഞാൻ ഇത് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ നാളെ ഹിന്ദു ഇതിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സ്കൂളുകളുണ്ട്, അവരുടെ യൂണിഫോം അങ്ങ് കാവിയാക്കി എന്ത് ചെയ്യും? അല്ല, ഞാൻ ചോദിക്കായിരിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം സ്കൂളുകളുണ്ടല്ലോ, അവർ ഫുള്ള് പർദ്ദ യൂണിഫോമാക്കി എങ്ങനെ ഇരിക്കും കൃഷ്ണേന്ദു? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് എല്ലാ സ്കൂളും അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ പർദ്ദയൊക്കെ ഈ ഹിജാബൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന സ്കൂളുകളുണ്ടെങ്കിൽ അത് മാറ്റുക തന്നെ ചെയ്യണം. അല്ലാതെ യൂണിഫോം എന്ന് പറയുന്നത് അത് ജാതി മത വർഗ സാമ്പത്തികം അല്ലെങ്കിൽ സാമ്പത്തികമില്ലായ്മ ഇതിൽ നിന്നൊക്കെ അതീതമായിട്ട് ഞങ്ങൾ തുല്യരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് യൂണിഫോമൊക്കെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ എനിക്കൊന്ന് എൻ്റെയൊക്കെ കാലഘട്ടത്തിലാണ് കുറച്ചുകൂടി യൂണിഫോമിന് വലിയൊരു പ്രാധാന്യമുണ്ടായത്. അന്ന് എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാനൊരു സാധാരണ വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ അന്ന് എന്നെക്കാളും നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുട്ടികൾ, ഞാൻ പറഞ്ഞില്ല ആദ്യമൊന്നും ഞങ്ങൾക്ക് യൂണിഫോം ഇല്ലായിരുന്നു, പിന്നീടാണ് വന്നത്. അപ്പോൾ അവർ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരുമ്പോൾ ഒരു പക്ഷെ നമുക്കൊന്നും അത്രയും കാണില്ല. അങ്ങനെയൊക്കെയല്ലേ യൂണിഫോം ആക്കിയത്. മാത്രമല്ല അന്നൊന്നും ഇത്ര ഇതില്ല, ഈ പറയുന്നോണം ഓർണമെന്റ്സ് ഇടരുതെന്ന്. പക്ഷേ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, യൂണിഫോം വന്നതിന് ശേഷം ചിലവരൊക്കെ ഓർണമെന്റ്സ് ഇട്ടുകൊണ്ട് വരും. അത് നല്ല നല്ല ബ്രേസ്ലെറ്റ്, ഭയങ്കര മാറി മാറി കമ്മലുകളൊക്കെ ഇട്ടു. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ആകാംക്ഷയോടെ നിൽക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിഷമം, എനിക്കിത് കിട്ടുന്നില്ലല്ലോ അല്ലേ, എനിക്കിത് വരുന്നില്ല. അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്. ചിലവർ വലിയ വലിയ നല്ല സ്വാദുള്ള ഭക്ഷണങ്ങൾ കൊണ്ട് ചിലവർക്കത് കാണില്ല. അപ്പോൾ നമുക്കൊക്കെ അത് വിഷമം വരുന്നവരാ. അപ്പോൾ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് സർക്കാർ സ്കൂളിൽ നല്ല ഫുഡ് നൽകുന്നത്, അതിനോട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മിനിസ്റ്റർ എനിക്ക് തോന്നുന്നു അത് പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇത്രയും നല്ല ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. സ്കൂളുകളും അതുപോലെ തന്നെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട വിദ്യാലയങ്ങൾ തന്നെയാണ് നിർമ്മിക്കുന്നത് സർക്കാർ സ്കൂളുകളിൽ, അതൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫുഡ് കൊടുക്കുന്നത്? കാരണം മറ്റുള്ള കുട്ടികൾ ചോറൊക്കെ കഴിക്കുമ്പോൾ ഇവിടെ പഴയ മറ്റേ കഞ്ഞിയും പയറും ഉള്ള സമ്പ്രദായം അങ്ങ് നിർത്തിയിട്ട് ഇവിടെ ആ കുട്ടികൾ കൊണ്ടുവരുന്നതിനേക്കാൾ ഫുഡ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ എല്ലാ കുട്ടികളും ഈ ഫുഡ് കഴിക്കാനാണ് വരുന്നത്, വീട്ടിലെ ഫുഡ് വേണ്ട. അപ്പോൾ അത്തരത്തിൽ ഒരു യൂണിഫോമിറ്റിയാണ് എല്ലാ സ്കൂളുകളിലും കൊണ്ടുവരുന്നത്. അവിടെ ഒരു മതം കൊണ്ടുവന്ന് ഇടരുത്. മിനിസ്റ്റർക്ക് പറ്റിപ്പോയി, മിനിസ്റ്റർ അതിൽ നിന്ന് തിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം മതം കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മനസ്സിന് മതം എന്ന് പറയുന്ന വിഷം കുത്തി നിറച്ചു കഴിഞ്ഞാൽ അവിടെ വലിയൊരു കലാപമാണ് ഉണ്ടാകുന്നത്. രാഷ്ട്രീയം കുത്തി നിറയ്ക്കേണ്ടുന്നത് സ്കൂളുകളിലല്ല, കലാലയങ്ങളിൽ ഇപ്പോഴുണ്ടല്ലോ. സ്കൂളുകളിൽ എന്തിനാണ് രാഷ്ട്രീയവും മതമൊക്കെ കുത്തി നിറയ്ക്കുന്നത്? അവർ കളിച്ചും ചിരിച്ചും ഒരുമയോടുകൂടി വളരട്ടെ. ഒരു പക്ഷേ മതത്തിന് അപ്പുറമുള്ള ഒരു സൗഹൃദം അവർ സ്ഥാപിക്കട്ടെ. മതം എന്ന് വരുമ്പോൾ നീ മുസ്ലിമാണ്, നിൻ്റെ അടുത്ത് ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നീ ഇങ്ങനെയല്ലേ എന്നുള്ളൊരു ചിന്ത കുട്ടികളിലേക്ക് വരും. ഈ പർദ്ദയിട്ട സ്കൂളുകാർക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പർദ്ദയിട്ട കുട്ടികളെ കാണുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് എന്തുവാ ഭയം വരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കന്യാസ്ത്രീ ഇതല്ലേ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഭയം വരട്ടെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിന് ഒരു യൂണിഫോമാണ് വേണ്ടുന്നത്, ടീച്ചേഴ്സിന് യൂണിഫോമാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ അവർ ഉച്ചരിച്ചത് തെറ്റായിപ്പോയി. അങ്ങനെയൊന്നും ഭയമൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല. അത് കുട്ടികളെ മനസ്സിലാക്കേണ്ടുന്ന ഉത്തരവാദിത്തം ടീച്ചേഴ്സിനാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് പറയുന്നേ, സ്കൂളുകളിലേക്ക് ഒരു മതം വർഗീയത ചീറ്റിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ലക്ഷ്യമാക്കരുത് എന്നുള്ള ഒരു അഭിപ്രായമാണ്. കാരണം അത്തരത്തിലൊരു രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കുട്ടികളുടെ മേലെ ഇന്ന് തന്നെ ഇപ്പം ആ പിതാവ് പറഞ്ഞു ഞങ്ങൾ ഇനി ആ സ്കൂളിലേക്കില്ല, എൻ്റെ മകളെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്, അവർക്ക് അത്യാവശ്യത്തിന് ഇതിൽ നിന്നൊരു ട്രോമയിലായിട്ടുണ്ട് എന്നുള്ള രീതി പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും മാനിക്കും. ഇനി ഈ വിഷയത്തെ എന്തിനാണ് കുത്തിപ്പൊക്കുന്നത്? ഇന്ന് മിനിസ്റ്ററായിട്ടാണ് വീണ്ടും ഇത് കുത്തിപ്പൊക്കിയത്. എന്തിനാണ് കുത്തിപ്പൊക്കേണ്ട കാര്യം? അപ്പോൾ അതിൻ്റെ വഴിക്ക് വിടും. ഇപ്പോൾ ആ കുട്ടി അതിൽ നിന്നും സ്കൂളിൽ നിന്നും TC വാങ്ങിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പൽ പറഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷേ ഞങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ആ കുട്ടി സ്കൂളിലേക്ക് വരണം, അതനുസരിച്ചാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്.
തയ്യാറാണ്. പക്ഷേ ഇനി ആ സ്കൂളിലേക്ക് ഇല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പേരൻസ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിന് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല എന്നുള്ളൊരു പേരൻസ് വരുന്നു. എന്നിട്ടും എന്തിനാണ് ഈ പറയുന്ന ശിവൻകുട്ടിക്ക് ഇത്രയും ഹാലിളകുന്നതെന്നുള്ള മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് ഒരു പൊടിക്കുന്ന അടങ്ങിക്കൂടെ? കാരണം സ്കൂളുകളിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. നാളെ ഒന്നാലോചിച്ച് നോക്കൂ, ഇന്ന് മിനിസ്റ്റർ ഇത് ഉതിർത്ത് വിട്ടത് വൃശ്ചിക മാസം വരുന്നു. ഈ പറയുന്ന രീതിയിൽ ചന്ദനക്കുറിയും കറുത്ത വസ്ത്രമൊക്കെ അണിഞ്ഞ് സ്കൂളിൽ ചെന്ന ഒരു കുട്ടിയെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞ മതേതരത്വം ആണ് വേണ്ടുന്നത് സ്കൂളുകളിൽ നിന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ ഇതേ മതേതരത്വം എന്തുകൊണ്ടൊരു ഹിന്ദു കുട്ടിയോട് നിങ്ങൾ കാണിക്കുന്നില്ല, ക്രിസ്ത്യൻ കുട്ടിയോട് കാണിക്കുന്നില്ല? ഇന്ന് ഞാൻ അറിഞ്ഞു കന്യാസ്ത്രീ വേഷം അണിഞ്ഞു വന്ന ഒരു കുട്ടിയെ എക്സാം എഴുതാനകത്ത് കയറ്റിയില്ല. പക്ഷെ അത് 18 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ്. അപ്പോൾ അവർക്ക് കന്യാസ്ത്രീ ആകാനുള്ള ഒരു കയറ്റില്ല. എന്തുകൊണ്ട് അവിടെ നിങ്ങൾ ഇടപെടുന്നില്ല? അപ്പോൾ ഒരു മതത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? എല്ലാ മതങ്ങൾക്കും അങ്ങനെയാണ്. എല്ലാവരും ഇഷ്ടമുള്ള മതത്തിന് ഇഷ്ടമുള്ള വേഷങ്ങളൊക്കെ ധരിച്ചു വരട്ടെ, യൂണിഫോം എടുത്ത് കളയട്ടെ. യൂണിഫോം. പിന്നെ അതേപോലെ തന്നെ ഈ ക്രിസ്ത്യൻ സ്കൂളുകൾ, ഈ ഒരു സ്കൂളിനെ പറ്റി വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ വരുന്നു. ഒന്ന് ആലോചിക്കുക, എന്നു മുതലാണ് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം തുടങ്ങിയെന്നും കൂടി ചിന്തിക്കണം. ബ്രിട്ടീഷുകാരൊക്കെ അടിച്ചമർത്തപ്പെട്ടു, അടിമകളാക്കി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ക്രിസ്ത്യൻ മിഷണറിമാർ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയതിന് ശേഷമാണ് ഈ സ്കൂളുകൾ ഉണ്ടായതും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഉണ്ടായതും ഒരു പഴയ ഗുരുകുല വിദ്യാഭ്യാസം ഉൾപ്പെടെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം ചട്ടമൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അവരെ അത്രയ്ക്ക് തരം താഴ്ത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്നത്തെ കാലത്തെ തലമുറ പഠിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഇട്ടുകൊടുത്തത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അപ്പം അവർ ഈ നമ്മുടെ ഇന്ന് പല സ്കൂളുകളും ആ പഴയകാല കെട്ടിടങ്ങൾ ആരുണ്ടാക്കിയതാണ്? ബ്രിട്ടീഷുകാരുടെ കാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ ഇട്ട് കൊടുത്തത് ആരാണ്? അവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവർക്കറിയാം എങ്ങനെ ഈ സ്കൂൾ നന്നായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ്. അവർ കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞു, ഭരണഘടനാ നിയമം അനുസരിച്ച്, ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് യൂണിഫോമിറ്റി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ വരുന്ന കുട്ടികൾ വന്നാൽ മതി. അല്ലെങ്കിൽ പോകെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതപഠനവും മറ്റുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കാമല്ലോ. ഇത് വെറുതെ, അല്ലെങ്കിൽ ഈ കുട്ടി ആദ്യമേ സൈൻ ചെയ്യരുത്, ഇതിനെതിരെ കേസ് കൊടുക്കണം, അല്ലേ? ഈ മാനേജ്മെന്റിനെതിരെ കേസ് കൊടുക്കണം. അതില്ലാതെ കുറച്ചാൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഈ ഹിജാബും ധരിച്ചുകൊണ്ട് വന്നിട്ട് സ്കൂളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇതൊക്കെ അംഗീകരിക്കുന്ന സ്കൂളുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഈ സർക്കാർ സ്കൂളുകളിൽ ഇത് ഹിജാബ് ധരിച്ചു വരുന്ന കുട്ടികളുണ്ട്, ഈ പറയുന്നോണം അല്ലാതെ വരുന്ന കുട്ടികളുണ്ട്, ആ രീതി. പക്ഷേ ഈ കാവിയൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ അത് പ്രശ്നമാവും. അതാണ് പ്രശ്നം. ഹിജാബ് ഇട്ടുകൊണ്ട് വന്നാൽ പ്രശ്നമില്ല, കാവി ഇട്ടുകൊണ്ട് വന്നാൽ ചിലപ്പോൾ പ്രശ്നമാണ്. മറ്റേ കന്യാസ്ത്രീകളുടെ കൊന്തയും മറ്റേ ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ അതും പ്രശ്നം വരും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു CPM-ൻ്റെ ആ ഒരു പരിപാടി അത് ഇപ്പോൾ വിദ്യാലയങ്ങളിലും കൂടെ കാണാൻ സാധിച്ചു. ഇതെന്തായാലും ശരിയായ ഒരു ഇതല്ല. ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം ഒതുക്കി തീർക്കുകയാണ് മിനിസ്റ്റർ ചെയ്യേണ്ടത്. കാരണം അതിൽ കൂടുതൽ വളർന്നാൽ അത് കുട്ടികളുടെ മനസ്സിലേക്ക് ഭയങ്കര ഒരു വിഷാദ, അവിടെ തന്നെ ഒരു 100-150ഓളം കുട്ടികളല്ലാതെ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നത്, അവരൊന്നും ഇത് ഇട്ടോണ്ട് വരുന്നില്ല. അപ്പം ഇതെന്തിനാണ് വെറുതെ മറ്റുള്ള കുട്ടികളിലേക്ക് ഒരു വിഷം ചെയ്യുന്നത്? അവർക്കും ഒരു വിഷമമല്ലേ? അയ്യോ ഞങ്ങൾ മുസ്ലിം ആണല്ലോ, അപ്പം മറ്റുള്ള കുട്ടികൾ ഞങ്ങളെ എങ്ങനെ കാണുന്നില്ല. അപ്പം ഇത്തരത്തിൽ കുഞ്ഞു മക്കൾ പഠിച്ച് രസിച്ച് കളിച്ചൊക്കെ വളരട്ടെ. അവിടെ മതവും വർഗവും ജാതിയും രാഷ്ട്രീയവും ഒന്നും കുത്തിത്തിരികാതിരിക്കുക.